ഹലോ, നമ്മളിപ്പോ മൂന്നാർക്കാണ് പോയോണ്ടിരിക്കുന്നത്. ഇപ്പൊ അടിമാലിയൊക്കെ എത്താറായി. ഇനി മൂന്നാർക്ക് കുറച്ചും കൂടി ഉള്ളൂ. അപ്പൊ നമ്മൾ ഹെയർ പിൻ ഇവിടെ തുടങ്ങാൻ പോവാണ്. തുടങ്ങി കഴിഞ്ഞ് സൂര്യനും മലയൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ്. അവിടെ നോക്കിയേ. എന്തുള്ള വെള്ളച്ചാട്ടാണത്. പോരണ വഴി നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പക്ഷെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിയ നേരം പോലുമെന്ന് വെച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. റിസോർട്ടിലേക്ക് എത്തേണ്ട കാരണം വേഗം തന്നെ പോന്നു. പോരണ വഴിയിലൊക്കെ മലയുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം വീഴണേ കണ്ടു. സൂര്യന് ഭയങ്കര ഇഷ്ടായി. കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോ സിപ്പ് ലൈനുകളൊക്കെ കണ്ടു. ജയന്റ് സ്വിങ്ങും സിപ്പ് ലൈനും ഒക്കെ കണ്ടു. അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല, ജസ്റ്റ് കണ്ടുള്ളൂ. അതിൽ കൂടെ പോണതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നാർ എത്തണ്ട, അതിന് മുന്നാണ് ഞങ്ങൾ റിസോർട്ട്. അവിടെ കാണുന്ന മലയുടെ ഉള്ളിൽ കാണുന്ന റിസോർട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ റിസോർട്ട് ഇതാ എത്തിക്കഴിഞ്ഞു. ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ റിസോർട്ട്. സൂര്യൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാന്ന്, എപ്പോഴാ മൂന്നാറെത്താ, എപ്പോഴാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാന്ന്. ഏത് നേരം ഞാൻ ലാസ്റ്റ് നമ്മൾ എത്തി. നമ്മളവിടെ ചെന്നപ്പോ നല്ല നല്ല ഭംഗിയുണ്ടായി. അവിടുത്തെ പുറത്തെ സീനറിയും എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ അടിപൊളിയായിട്ടാണ് അവർ വെൽക്കം ചെയ്തത്. ഒരു സെറ്റ് മുണ്ടിന്റെ പോലത്തെ സാധനമൊക്കെ വിരിച്ച് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ സ്വീകരിച്ചേ. നല്ല അടിപൊളിയായിരുന്നു. സൂര്യനാണെങ്കിൽ അത് ഊരാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് കിടക്കാറുണ്ട് കുറെ നേരം. അതിന്റെ റിസപ്ഷനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ ഫോട്ടോസും ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന്റെ അറേഞ്ച്മെന്റും എല്ലാം കാണാൻ. എല്ലാം അങ്ങനെ മരത്തിലുള്ള പോലത്തെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ മെനു ഒക്കെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ റിസപ്ഷനിൽ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസും എല്ലാം, അഡ്രസ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. ആ നേരം കൊണ്ട് പുറത്ത് സീനറി എടുക്കാന്ന് വെച്ച് ഞാനിങ്ങനെ നീങ്ങിയപ്പോഴാണ് പുറത്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് മരങ്ങളും മലകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര്, ചാൻഡീസ് വിൻഡി വുഡ്സ്. നല്ല അടിപൊളി റിസോർട്ടാട്ടോ. റിസപ്ഷനിൽ തന്നെ ഇങ്ങനെ ചെസ് ബോർഡും വലിയൊരു ചെസ് ബോർഡും ഒക്കെ ആയിട്ടുള്ളതുണ്ടായിരുന്നു. സൂര്യൻ തന്നെ ചെസ് കളിക്കണേന്ന് കാണുന്നത്. റൂമിൽ പോവാൻ നേരത്താണ് സൂര്യൻ ഇത് കണ്ടേ. അപ്പൊ ഭഗവാനാന്ന് വെച്ചിട്ട് സൂര്യൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കണ കാണുന്നത്. നമ്മുടെ ബാഗൊക്കെ എടുത്തോണ്ട് വന്നു. ഇപ്പതേ ചേട്ടൻ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകാണ്.
നമുക്ക് ആ ചേട്ടൻ അന്നത്തെ ദിവസത്തെ മീനുണ്ടിയും മറ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. റൂമിലേക്ക് പോവാണെങ്കിൽ റൂമിലേക്ക് പോകുന്ന പ്രത്യേകത എന്താന്ന് വെച്ചാൽ റിസപ്ഷൻ ഏറ്റവും മുകളിലാണ്. നമ്മളുടെ റൂമുകളൊക്കെ ഉള്ളത് ഏറ്റവും താഴെ ഇങ്ങനെ 3 ബ്ലോക്ക് ആക്കി തിരിച്ചേക്കാം. അപ്പൊ നമ്മള് റിസപ്ഷനിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോണം. എന്ന് വെച്ചാൽ ലിഫ്റ്റിൽ ഓരോ ബ്ലോക്കിൽ പോയി അങ്ങനെയാണ് പോണത്. ശരിക്കും നല്ല രസം. ഓരോ ബ്ലോക്ക് കഴിയുമ്പോ ഇതുപോലെ മരങ്ങളും പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. നമ്മളങ്ങനെ പോയിട്ട് ഇനിയിപ്പോ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് അവിടെ ഉള്ള. ഡിന്നറും മറ്റും കഴിക്കാനായിട്ട് നമ്മൾ ഇവിടെ വരാൻ പോണേ. ഇവിടെ നിന്നും ഇങ്ങനെ താഴത്തേക്ക് പോണം ഇനി അടുത്ത ബ്ലോക്കിലേക്ക്. നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇങ്ങനെ മരങ്ങളെ കണ്ടെങ്കിൽ ഈ ബ്ലോക്കിൽ കൂടെ നോക്കുമ്പോ സ്വിമ്മിംഗ് പൂളാണ് കാണണേ. എന്നിട്ട് അവിടെ നിന്ന് പിന്നെയും പോയി ഇനി അടുത്ത ലിഫ്റ്റിലേക്ക് കയറാണ് അടുത്ത ബ്ലോക്കിലേക്ക് പോകാൻ വേണ്ടി. കഴിഞ്ഞ ബ്ലോക്കില് അങ്ങനെ ഓപ്പൺ റെസ്റ്റോറന്റ് ആണെങ്കിൽ ഈ ബ്ലോക്കിൽ ഓപ്പൺ ടെറസ് ആണ്. ഇവിടെ കളിക്കുക എന്തെങ്കിലും ചെയ്യാൻ, പിള്ളേരെ ഓടി കളിക്കാനും ഷട്ടിൽ കളിക്കാനും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. മഴ കാരണം അങ്ങോട്ട് കിടന്നില്ല. ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കൂടെ താഴേക്ക് ഇറങ്ങി. ഞാൻ കാണുന്നതാണ് ഇൻ ഹൗസ് ട്രക്കിംഗ് ഉണ്ട് ഇവിടെ. ശരിക്കും കാട് പോലെയായിട്ടുള്ള സ്ഥലമാണ് അത്. അതിൽ കൂടെ നമുക്ക് ഇനി ഒരു 6 മണിക്ക് കഴിയുമ്പോൾ നമുക്ക് അതിൽ കൂടെയൊക്കെ പോവാന്നാണ് അവർ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോകണം. അവിടേക്ക് വരുമ്പോൾ ഈ പൂളിന്റെ സ്റ്റാർട്ടിങ് ഉള്ളത്. ഇതിൽ കൂടെയാണ് നമ്മൾ പൂളിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലിഫ്റ്റും കയറി ഇനി നേരെ താഴേക്ക് പോകുമ്പോഴാണ് നമ്മുടെ റൂം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് വരും ഈ ഇൻ ഹൗസ് ട്രക്കിങ്ങിനുള്ള കാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഇവരും വന്ന വഴി കളിയൊക്കെ തുടങ്ങി. ഈ ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ റൂമിന്റെ ബാൽക്കണി വരുന്നത്.
ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സും ചോക്ലേറ്റ്സും കോഫിയും കുക്കീസും അങ്ങനെ വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യത്തിന് സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. സ്നാക്സിനും ചിപ്സിനും നമ്മൾ പൈസ കൊടുക്കണം. അതിന്റെ വിവരങ്ങളൊക്കെ ഇവിടെ ഒരു നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ട്. സൂര്യന് TV കണ്ടപ്പോഴേക്കും കാർട്ടൂൺ കാണണം എന്ന് പറഞ്ഞിരുന്നു കാർട്ടൂൺ കാണണം. നമ്മുടെ റിസോർട്ടിൽ തന്നെ ട്രക്കിങ്ങും സൈക്ലിങ്ങും ബൈക്ക് റൈഡിങ്ങും ടീ പ്ലാന്റേഷൻ വാക്കിങ്ങും എല്ലാം ഉണ്ട്. നമ്മുടെ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണിത്. ഇവിടെയാണ് ഇൻ ഹൗസ് ട്രക്കിംഗ് ഉള്ളത്. നമ്മുടെ ഈ റിസോർട്ടിൽ തന്നെ ഉള്ള ഒരു ഭാഗമാണത്. ഇവിടെ 4:30 തൊട്ട് 6 മണി വരെയാണ് ഇത് ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് ഇതിൽ കൂടെ നമുക്ക് മേലേക്കൊക്കെ പോയി അവിടെ ടീ ഷോപ്പൊക്കെ ഉണ്ട്. അവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഫുള്ളും മേലേക്ക് എത്തിയിട്ട് ഗുഹ പോലെയും പിന്നെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് നമുക്ക് പോയി കാണാം കേട്ടോ. ഇനി ട്രക്കിംഗ് ഉണ്ട്, പിന്നെ പൂളിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഈ റിസോർട്ടിൽ തന്നെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതുപോലത്തെ നല്ല റിസോർട്ടുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.